സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. ഇതിലെ എല്ലാ ചോദ്യങ്ങളും PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രധാനപ്പെട്ടവയാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആരാണ്? 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് കെ കേളപ്പൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കെ കേളപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കണ്ണമൂലയാണ്. ഓപ്ഷൻ ഡി കണ്ണമൂല. 1905 അധികൃത വിഭാഗത്തിന് വേണ്ടി കേരളത്തിൽ ആദ്യ വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. 1905 അധികൃത വിഭാഗത്തിന് വേണ്ടി കേരളത്തിൽ ആദ്യത്തെ വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, അയ്യങ്കാളി. അടുത്ത ചോദ്യം, കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി. ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ചത് ആരാണ്? KR ഗൗരിയമ്മയാണ്. ഓപ്ഷൻ ഡി KR ഗൗരിയമ്മ. കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി KR ഗൗരിയമ്മ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, EV രാമസ്വാമി നായ്ക്കർ. തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് EV രാമസ്വാമി നായ്ക്കർ. വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഓപ്ഷൻ എ ആണ് ഉത്തരം, ആത്മവിദ്യാസംഘമാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയത് എപ്പോൾ? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയത് 1910 ആണ്. ഓപ്ഷൻ എ 1910. ആര്? കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം. 1936 ആണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 1936. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. മലയാളി മെമ്മോറിയൽ ഏത് രാജാവിനാണ് സമർപ്പിക്കപ്പെട്ടത്? ഏത് രാജാവിനാണ്? ശ്രീമൂലം തിരുനാളിനാണ്. തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലയാളി. ഓപ്ഷൻ എ ആണ്, ശ്രീനാരായണ ഗുരു. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്
EMS നമ്പൂതിരിപ്പാടാണ്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായിട്ട് എവിടെ നിന്ന് എവിടേക്കാണ്? വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിന്റെ സ്ഥാപകൻ. ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിന്റെ സ്ഥാപകൻ. ഓപ്ഷൻ ഡി പറവൂർ ശ്രീധരൻ തന്ത്രിയാണ്. പറവൂർ ശ്രീധരൻ തന്ത്രി. ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിന്റെ സ്ഥാപകൻ പറവൂർ ശ്രീധരൻ തന്ത്രി. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പട്ടം, TM വർഗീസ്, സി കേശവൻ. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ ആരൊക്കെയായിരുന്നു? പട്ടം, TM വർഗീസ്, സി കേശവൻ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുപദേശിച്ച ആധുനിക കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. ആധുനിക കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്താണ്? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുപദേശിച്ച ആധുനിക കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. ഓപ്ഷൻ ഡി ആണ്, ശ്രീനാരായണ ഗുരുവാണ്. ആധുനിക കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. 1923 കാക്കിനാട കോൺഗ്രസിൽ പങ്കെടുത്ത് ഗാന്ധിജിയുടെ പിന്തുണ നേടിയ സാമൂഹിക പരിഷ്കർത്താവ്. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ കോൺഗ്രസിൽ പങ്കെടുത്തിട്ട് ഗാന്ധിജിയുടെ പിന്തുണ നേടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? TK മാധവനാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. TK മാധവൻ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ. കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ. ആഗമാനന്ദ സ്വാമികളാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആഗമാനന്ദ സ്വാമികൾ. കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകനാണ് ആഗമാനന്ദ സ്വാമികൾ. ഗുരുവായൂർ സത്യാഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. AK ഗോപാലൻ. സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽവിറക് സമരം നടന്ന ജില്ല ഏതാണ്? തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല. വാഗ്ഭടാനന്ദൻ ആരുടെ ശിഷ്യനായിരുന്നു? വാഗ്ഭടാനന്ദൻ ആരുടെ ശിഷ്യനായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായിരുന്നു വാഗ്ഭടാനന്ദൻ. അടുത്ത ചോദ്യം, മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം. മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം. ചാന്നാർ ലഹള. ചാന്നാർ ലഹള. മാറുമറയ്ക്കൽ സമരം എന്നറിയപ്പെട്ടത് ചാന്നാർ ലഹളയാണ്. തത്വപ്രകാശികാശ്രമത്തിന്റെ സ്ഥാപകൻ. തത്വപ്രകാശികാശ്രമത്തിന്റെ സ്ഥാപകൻ. വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച്
ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം മൗലവിയാണ്. വക്കം മൗലവി. കുമാരനാശാന്റെ ജന്മസ്ഥലം. കുമാരനാശാന്റെ ജന്മസ്ഥലം കായിക്കര. കുമാരനാശാന്റെ ജന്മസ്ഥലം കായിക്കര. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭം. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഓപ്ഷൻ എ ആണ് ഉത്തരം. നിവർത്തന പ്രക്ഷോഭം. 1936 മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? എ കെ ഗോപാലനാണ്. എ കെ ഗോപാലൻ. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. വിവേകോദയം എന്ന പ്രസിദ്ധീകരണം പ്രസാധനം ചെയ്തത്. വിവേകോദയം. പ്രസിദ്ധീകരണത്തിന്റെ പേര് വിവേകോദയം. കുമാരനാശാനാണ്. കുമാരനാശാൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസിക. അറബി മലയാളത്തിൽ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസിക അൽ ഇസ്ലാം. മാസികയുടെ പേര് അൽ ഇസ്ലാം. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ചിത്രീകരിക്കുന്ന ജാതിക്കുമ്മി എന്ന പദ്യം രചിച്ചത്. ജാതിക്കുമ്മി രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ച സാഹിത്യകാരൻ. വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്നറിയപ്പെട്ടത് ആരാണ്? കുമാരനാശാനാണ്. കുമാരനാശാനെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിൽ ഈഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർ ചേർന്ന് 1932 നടത്തിയ പ്രക്ഷോഭം. ഓപ്ഷൻ സി ആണ് നിവർത്തന പ്രക്ഷോഭം. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നു പാടിയ കവി. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നു പാടിയ കവി കുമാരനാശാനാണ്. കുമാരനാശാൻ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പാടിയത് കുമാരനാശാൻ. സമത്വ സമാജം സ്ഥാപിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ രചന അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. ആത്മോപദേശ ശതകം, നിർവൃതി പഞ്ചകം, ദർശനമാല, വേദാധികാര നിരൂപണം. ഇതിൽ ശ്രീനാരായണ ഗുരുവിന്റെ രചന അല്ലാത്തത് വേദാധികാര നിരൂപണമാണ്. ആത്മോപദേശ ശതകം, നിർവൃതി പഞ്ചകം, ദർശനമാല എന്നിവയെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ രചനകളാണ്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് എന്ന് കമന്റ് ചെയ്യുക. അടുത്തത് വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ഓപ്ഷൻ സി ആണ് ഉത്തരം. സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത്. സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം. ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം പന്മനയാണ്. പന്മന. നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ഘടന ആവിഷ്കരിച്ചത് ഏതിനെ അനുകരിച്ചാണ്? ഏതിൻ്റെയാണ്? നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ഘടന ആവിഷ്കരിച്ചത് ഏതിനെ അനുകരിച്ചാണ്?
സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിനെ അനുകരിച്ചിട്ടാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ഘടന ആവിഷ്കരിച്ചത്. നമ്പൂതിരി സമുദായത്തിലെ ഇളയ സന്താനങ്ങളായ എല്ലാ പുരുഷന്മാർക്കും നിയമപരമായ വിവാഹം ആവശ്യപ്പെട്ട പ്രസ്ഥാനം. നമ്പൂതിരി സമുദായത്തിലെ ഇളയ സന്താനങ്ങളായ എല്ലാ പുരുഷന്മാർക്കും നിയമപരമായ വിവാഹം ആവശ്യപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? യോഗക്ഷേമ സഭയാണ്. യോഗക്ഷേമ സഭ. വക്കം അബ്ദുൾ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ച പത്രം. വക്കം അബ്ദുൾ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ച പത്രം അൽ ഇസ്ലാം. പത്രത്തിൻ്റെ പേര് അൽ ഇസ്ലാം. പ്രസിദ്ധീകരിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവി. ഇന്ത്യയിൽ ഒരു നിയമസഭയുടെ തുടക്കത്തിൽ തന്നെ ഒരു വനിതയെ അംഗമായി സർക്കാർ നോമിനേറ്റ് ചെയ്തത് കൊച്ചി നിയമസഭയിലാണ്. അവരുടെ പേരെന്ത്? ഇന്ത്യയിൽ ഒരു നിയമസഭയുടെ തുടക്കത്തിൽ തന്നെ ഒരു വനിതയെ അംഗമായി സർക്കാർ നോമിനേറ്റ് ചെയ്തത് കൊച്ചി നിയമസഭയിലാണ്. അവരുടെ പേര് തോട്ടയ്ക്കാട്ട് മാധവി അമ്മയാണ്. തോട്ടയ്ക്കാട്ട് മാധവി അമ്മ. ചണ്ഡാല ഭിക്ഷുകി ആരുടെ രചനയാണ്? ചണ്ഡാല ഭിക്ഷുകി ആരുടെ രചനയാണ്? കുമാരനാശാൻ. കുമാരനാശാന്റെ രചനയാണ് ചണ്ഡാല ഭിക്ഷുകി. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് വിവേകാനന്ദനാണ്. വിവേകാനന്ദൻ. കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനം നയിച്ചത് ആരാണ്? വക്കം മൗലവിയാണ്. വക്കം മൗലവിയാണ് കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനം നയിച്ചത്. സംഘടിച്ച് ശക്തരാകുവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും ആഹ്വാനം ചെയ്തത്. സംഘടിച്ച് ശക്തരാകുവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും ആഹ്വാനം ചെയ്തത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. ഊരൂട്ടമ്പലം ലഹള, കല്ലുമാല സമരം എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ്. ഊരൂട്ടമ്പലം ലഹള, കല്ലുമാല സമരം എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്തതാരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേര്. മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേരാണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹള. അടുത്ത ചോദ്യം, SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി. SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നാരായണ ഗുരു, ഡോക്ടർ പൽപു, കുമാരനാശാൻ. ഇവരാരുമല്ല. SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ഓപ്ഷൻ സി ആണ്, കുമാരനാശാൻ. കുമാരനാശാൻ. വൈക്കം വീരർ എന്നറിയപ്പെടുന്നത്. വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കറാണ് വൈക്കം വീരർ എന്ന് അറിയപ്പെടുന്നത്. ഐത്തോച്ചാടനത്തിനെതിരെ നടന്ന പോരാട്ടത്തിൽ സമരസേനാനി AG വേലായുധൻ രക്തസാക്ഷിയായത് ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ആരാണ്? AG വേലായുധൻ. എന്തിനെതിരെ നടന്നതാണ്? ഐത്തോച്ചാടനത്തിനെതിരെ നടന്ന പോരാട്ടത്തിൽ സമരസേനാനി AG വേലായുധൻ രക്തസാക്ഷിയായത് ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ ബി ആണ്, പാലിയം സത്യാഗ്രഹമാണ്. പാലിയം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ്. ആരുടെ പ്രേരണയാല്? ഗാന്ധിജിയുടെ പ്രേരണയാല്. ഏത് ക്യാമ്പാണ്? വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആചാര്യ വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവെ. ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായി അംഗീകരിച്ച സമ്മേളനം. ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായിട്ട് അംഗീകരിച്ച സമ്മേളനം കാക്കിനാട സമ്മേളനമാണ്. കാക്കിനാട സമ്മേളനം.
ജാതി സംബന്ധമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. ജാതി സംബന്ധമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആരാണ്? കെ കേളപ്പനാണ്. കെ കേളപ്പൻ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് കൽപ്പാത്തി ശുചീന്ദ്രം സത്യാഗ്രഹങ്ങൾ? കൽപ്പാത്തി ശുചീന്ദ്രം സത്യാഗ്രഹങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അയിത്തോച്ചാടനം, സ്വാതന്ത്ര്യ സമരം, ഭൂപരിഷ്കരണം, അടിമ വിമോചന സമരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അയിത്തോച്ചാടനമാണ്. എന്തുമായിട്ടാണ്? കൽപ്പാത്തി ശുചീന്ദ്രം സത്യാഗ്രഹങ്ങൾ, അയിത്തോച്ചാടനം. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെന്ന് പറഞ്ഞത് ആര്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. 1924 മാർച്ച് 30. ദൈവദശകം എന്ന ഗ്രന്ഥം രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഗ്രന്ഥത്തിന്റെ പേര് ദൈവദശകം. രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. പയ്യന്നൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ്? പയ്യന്നൂർ. കെ കേളപ്പനാണ്. കെ കേളപ്പൻ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്? ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ഡോക്ടർ പൽപ്പു. സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത്? സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് കെ അയ്യപ്പനാണ്. കെ അയ്യപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931. 1931. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം? രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം 1910. 1910. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്? മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ജി പി പിള്ള. ജി പി പിള്ള. 1947 നടന്ന പാലിയം സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു? പാലിയം സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു? അയിത്തമാണ്. അയിത്തത്തിനെതിരെയായിരുന്നു പാലിയം സത്യാഗ്രഹം. സമ്പൂർണദേവൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ? സമ്പൂർണദേവൻ എന്നറിയപ്പെട്ടത് അയ്യ വൈകുണ്ഠറാണ്. അയ്യ വൈകുണ്ഠർ. വെളുത്തേരി കേശവൻ വൈദ്യൻ ആരുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു? വെളുത്തേരി കേശവൻ വൈദ്യർ ആരുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു? ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു വെളുത്തേരി കേശവൻ വൈദ്യൻ. വേദാധികാര നിരൂപണം എഴുതിയത് ആര്? വേദാധികാര നിരൂപണം എഴുതിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എവിടെ നിന്നാണ് ശ്രീമൂലം അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? നെയ്യാറ്റിൻകരയിൽ നിന്നുമാണ്. 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എവിടെ നിന്നുമാണ് ശ്രീമൂലം അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? നെയ്യാറ്റിൻകര. വിദ്യാധിരാജ എന്നറിയപ്പെട്ടത്? വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളാണ്. അന്തർജന സമാജങ്ങൾ രൂപവത്കരിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? അന്തർജന സമാജങ്ങൾ രൂപവത്കരിക്കാൻ നേതൃത്വം നൽകിയത് ആര്യാപ്പള്ളം. ആര്യാപ്പള്ളം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി? ക്ഷേത്രപ്രവേശന വിളംബരം
1936 നവംബർ 12. 1936 നവംബർ 12. അടുത്ത ചോദ്യം, അദ്വൈത ദീപിക രചിച്ചതാര്? അദ്വൈത ദീപിക. ഓപ്ഷൻ ബി ആണ് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. അദ്വൈത ദീപിക. അടുത്ത ചോദ്യം, ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ? ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. ജാതിക്കുമ്മി രചിച്ചത്? ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ. ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ മലയാളി മെമ്മോറിയലിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ മലയാളി മെമ്മോറിയലിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ള. ബാരിസ്റ്റർ GP പിള്ള ഏത് പ്രക്ഷോഭത്തിന്റെ നേതാവായിരുന്നു? ബാരിസ്റ്റർ GP പിള്ള മലയാളി മെമ്മോറിയലിന്റെ നേതാവായിരുന്നു ബാരിസ്റ്റർ GP പിള്ള. ഭാരത കേസരി എന്നറിയപ്പെട്ടത്? ഭാരത കേസരി ആരാണ്? മന്നത്ത് പത്മനാഭനാണ് ഭാരത കേസരി എന്ന് അറിയപ്പെട്ടത്. താഴെ പറയുന്നവരിൽ ആരാണ് മുത്തുക്കുട്ടി എന്നും അറിയപ്പെട്ടത്? മുത്തുക്കുട്ടി എന്നും അറിയപ്പെട്ടത് ആരാണ്? അയ്യ വൈകുണ്ഠറാണ്. അയ്യ വൈകുണ്ഠർ. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ എന്ന പ്രമാണവാക്യമുണ്ടായിരുന്ന പ്രസിദ്ധീകരണം? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ എന്ന പ്രമാണവാക്യമുണ്ടായിരുന്ന പ്രസിദ്ധീകരണം അഭിനവ കേരളമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അഭിനവ കേരളം. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം? അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888 1888. ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി? ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ചതാരാണ്? കുമാരനാശാനാണ്. കുമാരനാശാൻ. പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ചത്? പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ? സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ളയാണ്. CP ഗോവിന്ദപിള്ള. മിശ്രഭോജനം സംഘടിപ്പിച്ചതാര്? മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, മലബാറിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയായിരുന്നത്? മലബാറിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി പയ്യന്നൂരായിരുന്നു. 1921 തിരുനെൽവേലിയിൽ മഹാത്മാഗാന്ധിയെ സന്ദർശിച്ചതാര്? 1921 തിരുനെൽവേലിയിൽ മഹാത്മാഗാന്ധിയെ സന്ദർശിച്ചത് TK മാധവൻ. TK മാധവൻ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, ദർശനമാല രചിച്ചതാര്? ദർശനമാല. ദർശനമാല ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. അപ്പോൾ 100 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കിയത്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.